ഒറ്റപ്പാലം NSS കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്തയെക്കുറിച്ച് പുസ്തകം പുറത്തിറക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും. 1968 മുതൽ 2004 വരെ അധ്യാപകനായിരുന്ന കർത്തയുടെ ഔദ്യോഗിക ജീവിതകാലത്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളാണ് ഋതുക്കളെ തോൽപ്പിച്ച മരം എന്ന പുസ്തകത്തിന്റെ പ്രമേയമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാവർക്കും ആദ്യം സ്വാഗതം പറയുകയാണ്. ഈ പത്രസമ്മേളനം വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പിഷാരഡീസ് ഹാളിൽ ഒരു പുസ്തക പ്രകാശനം നടക്കുകയാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒറ്റപ്പാലം കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ പ്രൊഫസറായിരുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഒറ്റപ്പാലത്ത് തന്നെ താമസിക്കുന്ന ഗോവിന്ദൻകുട്ടി കർത്തായെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും 50 പേര് സാറിൻ്റെ ഒരു ചിത്രം വരച്ചിടാണ്, ഒരു വാഗ്മയ ചിത്രം വരച്ചിടാണ്. ഈ പുസ്തകത്തിൽ 50 പേരുടെ കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. അതൊരു കൺവെൻഷണൽ ജീവചരിത്രമല്ല. ഈ സാറ് ഒറ്റപ്പാലം ക്യാമ്പസിനും ജീവിതത്തിലുടനീളവും ഈ സമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് നൽകിയ സംഭാവനകൾ സ്വരൂപിച്ചെടുത്ത ഒരു പുസ്തകമാണ്. ഈ 16 ഉച്ചയ്ക്ക് 2 കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ്. സംവിധായകൻ ലാൽ ജോസ്, മുൻ മന്ത്രി MB രാജേഷ്, നിയമസഭാ മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് പുസ്തകം. ആലപ്പുഴ ചേർത്തലയിൽ നിന്നെത്തി ഒറ്റപ്പാലത്തുകാരനായി മാറിയ ഗോവിന്ദൻകുട്ടി കർത്ത 2004 വിരമിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ താൽക്കാലിക ചുമതലയും വഹിച്ചിരുന്നു. ഔദ്യോഗികമായ ചുമതലകൾക്കപ്പുറം സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമായിരുന്നു അദ്ദേഹം. നിളയുടെ ആരംഭം മുതൽ അറബിക്കടലിൽ ചെന്നു ചേരുന്നിടം വരെ നടത്തിയ നിളായാത്ര പോലുള്ള പരിപാടികൾ സാമൂഹ്യ ഇടപെടലുകളായിരുന്നു. പുസ്തകത്തിൻ്റെ എഡിറ്റർ VT പ്രദീപ്, K രാമദാസ്, സുരേഷ് കണ്ണേരി, TP പ്രദീപ് കുമാർ, A അനിൽകുമാർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.